ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിവരങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അതീവ ഗൗരവകരമായ ഒരു വാർത്തയാണ്. അതപ്പോൾ അതിന്റെ പ്രാധാന്യത്തോടെ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളണം. കേരളത്തിലെ ഒരു സാധാരണക്കാരും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്രയും ഭീകരമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ ഒരു ചവറ്റുകൊട്ടയാക്കി മാറ്റാൻ ലഹരി മാഫിയ രൂപപ്പെടുത്തിയ പുതിയൊരു ഡിജിറ്റൽ സാമ്രാജ്യം. പഴയ കാലത്തെ പോലെ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ അല്ല ഇവർ ഇന്ന് കച്ചവടം നടത്തുന്നത്. നിങ്ങളുടെ വീട്ടുപടിക്കൽ, നിങ്ങളുടെ സ്വീകരണ മുറിയിൽ, നിങ്ങളുടെ മക്കളുടെ സ്കൂൾ ബാഗുകളിൽ വരെ അവർ എത്തിക്കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് സേനയും എക്സൈസും ഇതിനു മുന്നിൽ നോക്കുകുത്തിയായിരിക്കുന്നത്? ഉത്തരം വളരെ ലളിതവും എന്നാൽ ഞെട്ടിക്കുന്നതുമാണ്. കേരളം ഭരിക്കുന്ന ഇടത് സർക്കാർ ഈ മാഫിയയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു. ഭരണകൂടത്തിന്റെ തണലിലും രാഷ്ട്രീയ നേതാക്കളുടെ ബിനാമി സംരക്ഷണത്തിലുമാണ് ഈ വിഷവിത്തുകൾ മുളച്ചു പൊങ്ങുന്നത്. നമ്മുടെ കുട്ടികൾ ലഹരിക്ക് അടിമകളായി മരിച്ചു വീഴുമ്പോൾ എയർ കണ്ടീഷന്റെ മുറികളിൽ ഇരുന്ന കമ്മീഷൻ എണ്ണുന്ന ഭരണാധികാരികളെ തുറന്നു കാട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഭാരതത്തിന്റെ കരുത്തുറ്റ നേതൃത്വം, നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നത്. ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കുന്ന മോദിക്ക് മാത്രമേ ഇനി കേരളത്തെ ഈ ചങ്ങലയിൽ നിന്നും മോചിപ്പിക്കാനായി സാധിക്കൂ. ഇന്ന് NBNI നാഷണൽ ബ്യൂറോ ഓഫ് ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ ആ സത്യങ്ങൾ ഓരോന്നായി പുറത്തുവിടുന്നു. ലഹരിക്കടത്തിന് പഴയ രീതികൾ ഇപ്പോൾ സ്ഥാനമില്ല. ഇന്ന് ലഹരി മാഫിയ ഏറ്റവും സുരക്ഷിതമായ മാർഗമായി മാറുന്നത് ഫുഡ് ഡെലിവറി ആപ്പുകളെയാണ്. ഇതിന്റെ പിന്നിലെ ബുദ്ധി അത്രമേൽ ഭീകരമാണ്. പ്രമുഖ ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനികളുടെ യൂണിഫോമും ബാഗും ഇവർ വ്യാജമായി നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയി വാങ്ങുന്നു. ഈ വേഷം ധരിച്ച് ബൈക്കിൽ പോകുന്ന ഒരാളെ ഒരു പോലീസുകാരനും സംശയിക്കില്ല. ട്രാഫിക് പോലീസുകാർ പോലും ഇവർക്ക് റൈറ്റ് ഓഫ് വേ നൽകുന്നുണ്ട്. ഈ യൂണിഫോം ധരിച്ചാൽ കേരളത്തിലെ ഏത് മുക്കിലും മൂലയിലും തടസ്സമില്ലാതെ എത്താൻ ഇവർക്ക് സാധിക്കും. ഇവിടെ വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിൽ ഒരിക്കലും കാണുന്നുമില്ല. പണം ക്രിപ്റ്റോ കറൻസി വഴി കൈമാറി കഴിഞ്ഞാൽ ലഹരി മരുന്ന് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നതിന്റെ ലൊക്കേഷനും ഫോട്ടോയും ടെലഗ്രാം വഴി ഉപഭോക്താവിന് അയച്ചു നൽകുന്നു. ഇതൊരു മാളിന്റെ ശൗചാലയത്തിലോ പാർക്കിലെ ബെഞ്ചിന് താഴെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാന സിഗ്നലിനടുത്തുള്ള മതിലിന്റെ വിടവിലോ ഒക്കെ ആകാം. ഡെലിവറി ബോയ് വരുന്നു, സാധനം വെക്കുന്നു, ഒരു നിഴല് പോലെ മറിയുന്നു. അവനെ ആരും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവനൊരു ഗോസ്റ്റ് അഥവാ പ്രേതം തന്നെയാണ്. അതുകൊണ്ടാണ് ഗോസ്റ്റ് ഡെലിവറി എന്ന് അവർ വിളിക്കുന്നത്. സ്വിഗ്ഗിയും സൊമാറ്റോയും ഭക്ഷണം എത്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇവർ ലഹരി എത്തിക്കുന്നു. ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് തുടങ്ങിയ ഇടങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഡെലിവറികൾ സജീവമാണ്. ജോലി സമ്മർദ്ദം അനുഭവിക്കുന്ന യുവതീ യുവാക്കളെ ലക്ഷ്യം വെച്ചാണ് ഈ മാഫിയയുടെ പ്രവർത്തനം. ലഹരി മാഫിയയുടെ IT വിഭാഗം കേരള പോലീസിന്റെ സൈബർ സെല്ലിനേക്കാൾ 10 മടങ്ങ് മുന്നിലാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. ഇവർ രൂപപ്പെടുത്തിയ ഡിജിറ്റൽ പടുകൂറ്റൻ സാമ്രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ളവയാണ്. ഇവർ ഒരിക്കലും ഇന്ത്യൻ രൂപയോ ഗൂഗിൾ പേയോ ഉപയോഗിക്കില്ല. പകരം മൊനേറോ പോലെയുള്ള പ്രൈവസി കോയിനുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ നടക്കുന്ന ട്രാൻസാക്ഷനുകൾ ട്രാക്ക് ചെയ്യാൻ ലോകത്തിലെ ഒരു ഏജൻസിക്കും കഴിയില്ല. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയെ ഇത്തരത്തിൽ വിനാശകരമായ കാര്യങ്ങൾക്കായി ഇവർ ഉപയോഗിക്കുന്നു. ഈ പണം എത്തുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകളുടെ അക്കൗണ്ടുകളിലേക്കാണ്. ഓർഡറുകൾ സ്വീകരിക്കാൻ ഇവർ ടെലിഗ്രാം ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യർക്ക് പകരം മെഷീനുകൾ സംസാരിക്കുന്നു. എൻക്രിപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ സന്ദേശങ്ങൾ ചോർത്താൻ പ്രയാസമാണ്. ദുബായിലോ ലണ്ടനിലോ ഇരിക്കുന്ന ഒരു മാഫിയ തലവൻ കേരളത്തിലെ ഒരു തെരുവിലിരിക്കുന്ന ഉപഭോക്താവിന് സാധനം എത്തിക്കുന്നത് വെറും ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയാണ്. NBNI നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഏറ്റവും വേദനിപ്പിക്കുന്ന സത്യം ഇതാണ്. ഇവർ ഇപ്പോൾ യുവാക്കളെ മാത്രമല്ല, കുടുംബങ്ങളെ മൊത്തത്തിലാണ് ലക്ഷ്യം വെക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ ഇതിന്റെയൊക്കെ അവസ്ഥ. ഓൺലൈൻ ഗ്രോസറി ഡെലിവറി പാക്കറ്റുകൾക്കുള്ളിൽ അതിവിദഗ്ധമായി ഇവർ ലഹരി മരുന്ന് ഒളിപ്പിക്കുന്നുണ്ട്. വിദേശ ബ്രാൻഡുകളുടെ കോൺഫ്ലെക്സ് പാക്കറ്റുകൾ, ബിസ്ക്കറ്റ് ബോക്സുകൾ എന്നിവയ്ക്കുള്ളിൽ സീൽ ചെയ്ത നിലയിലാണ് MDMA എത്തുന്നത്. വീട്ടമ്മമാർ ഇത് തുറക്കുമ്പോൾ പോലും അവർക്ക് സംശയം തോന്നില്ല. വീട്ടിലെ യുവാക്കൾ ഈ പാക്കറ്റുകൾ രഹസ്യമായി കൈക്കലാക്കുന്നു. വീട്ടുകാർ വിചാരിക്കുന്നത് എന്തോ ഓൺലൈൻ സാധനം വന്നതാണെന്നാണ്. കുട്ടികൾക്കായി വാങ്ങുന്ന റിമോട്ട് കാറുകൾ, പാവകൾ എന്നിവയ്ക്കുള്ളിലെ മോട്ടറിലും ബാറ്ററി അറയിലും ഒക്കെ ലഹരി ഒളിപ്പിച്ച് കടത്തുകയാണ്. ഇത്തരത്തിൽ വീട്ടിലെത്തുന്ന ലഹരി മുതിർന്നവർ അറിയാതെ മക്കൾ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് ലഹരി ഇത്രയേറെ ആഴത്തിൽ, ഇത്രയേറെ ക്രൂരമായി ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സമാധാനത്തോടെ ഉറങ്ങുക? ഇവിടെയാണ് രാഷ്ട്രീയമായ ചോദ്യങ്ങൾ കൂടി ഉയരുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത് ഇത്രയേറെ വളരുന്നത്? കേരളം ഒരു പ്രബുദ്ധ കേരളം, മതേതരത്വ കേരളം, അല്ലെങ്കിൽ സാക്ഷര കേരളം അല്ലേ? ഉത്തരം ലളിതമാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ലഹരി മാഫിയയുടെ ഗുണഭോക്താക്കളാണ്. കേരളത്തിലെ പല വലിയ ലഹരി കേസുകളിലും പ്രതികളായി വരുന്നത് CPM നേതാക്കളുടെ മക്കളോ ബിനാമികളോ ഒക്കെയാണ്.
ബിനീഷ് കോടിയേരിയുടെ കേസ് തന്നെ നമ്മൾ കണ്ടതല്ലേ. ഇത്തരത്തിൽ അധികാര കേന്ദ്രങ്ങളുമായി ലഹരി മാഫിയയ്ക്ക് നേരിട്ട് ബന്ധമുള്ളപ്പോ പോലീസ് എങ്ങനെയാണ് അവരെ പിടികൂടുക? വലിയ അളവിൽ ലഹരി മരുന്ന് പിടികൂടിയ പോലും കോടതിയിൽ എത്തുമ്പോഴേക്കും അത് വെറും പഞ്ചസാരയോ പൊടിയോ ആയി മാറുന്ന മാജിക് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ ഭരണകൂടം കൂട്ടുനിൽക്കുന്നു. പിടിക്കപ്പെടുന്ന പാവപ്പെട്ട ഡെലിവറി ബോയ്സിന് വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കി വക്കീലന്മാരെ ഏർപ്പാടാക്കുന്നത് ഭരണകക്ഷിയിലെ പ്രമുഖരാണ്. ലഹരി വിമുക്ത കേരളം എന്ന് പറഞ്ഞ് കോടികൾ ചിലവാക്കി പരസ്യം നൽകുന്ന സർക്കാർ യഥാർത്ഥത്തിൽ ലഹരി മാഫിയയ്ക്ക് വളരാനുള്ള വളം നൽകുകയാണ് ചെയ്യുന്നത്. പ്രതിഭ MLA കേസ് നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലുള്ള ക്യൂ കുറയ്ക്കാൻ ലഹരി വ്യാപനം അവർ ഒരു പരിഹാരമായി കാണുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ലഹരിക്ക് അടിമപ്പെട്ട ഒരു യുവതലമുറയ്ക്ക് ഒരിക്കലും ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കാനും കഴിയില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊന്നും ചിന്തിക്കാത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഈ ഇരുണ്ട കാലഘട്ടത്തിൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരേ ഒരു പേര് നരേന്ദ്രമോദി എന്നതാണ്. ലഹരിക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട്. കേരള പോലീസിനെ വിശ്വസിക്കാൻ കള്ളന്മാരും പോലീസും കളിക്കുന്ന സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ മോദി സർക്കാർ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് NCBക്ക് കൂടുതൽ അധികാരം നൽകിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ വലിയ രീതിയിലുള്ള പിടിച്ചെടുക്കലുകൾ നടക്കുന്നത് NCB നേരിട്ട് നടത്തുന്ന ഓപ്പറേഷനുകളിലൂടെയാണ്. നശാമുക്ത് ഭാരത് അഭിയാൻ ഭാരതത്തിലെ ഓരോ പൗരനെയും ലഹരിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കാൻ മോദി തുടങ്ങിയ ഈ മഹത്തായ പദ്ധതി കേരളത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. യുവാക്കൾക്ക് ലഹരിയല്ല, മറിച്ച് നൈപുണ്യ വികസനവും ജോലിയുമാണ് വേണ്ടതെന്ന് മോദി സർക്കാർ വിശ്വസിക്കുന്നു. അതിനായി മുദ്രാ ലോൺ പോലെയുള്ള പദ്ധതികളിലൂടെ യുവാക്കളെ സ്വയം പര്യാപ്തരാക്കുകയാണ്. ലഹരിക്കടത്തിലൂടെ കിട്ടുന്ന പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് NIA ഈ കേസിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുമുണ്ട്. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകൾ നിരീക്ഷിക്കാൻ അത്യാധുനിക സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ഇടത് സർക്കാർ നോക്കി നിൽക്കുമ്പോൾ മോദി സർക്കാർ അതിർത്തി കടന്നുള്ള ലഹരി വിതരണ ശൃംഖലയെ ഒന്നൊന്നായി തകർക്കുകയാണ്. ഇതൊരു സാധാരണ കുറ്റകൃത്യമല്ല, ഇതൊരു ഹൈബ്രിഡ് വാർഫെയർ ആണ്. പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങൾ ഭാരതത്തെ തകർക്കാനായി പുതിയൊരു വഴി കണ്ടെത്തിയിരിക്കുന്നു. നേരിട്ടുള്ള യുദ്ധത്തിനേക്കാൾ അപകടകരമാണ് ലഹരി യുദ്ധം. നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് തിരിച്ചടിക്കാൻ അവർക്ക് പേടിയാണ് ഭാരതത്തെ. ഒരു രാജ്യത്തെ യുവാക്കളെ ലഹരിക്ക് അടിമകളാക്കിയാൽ ആ രാജ്യം തനിയെ തകരും. പഞ്ചാബിന് ശേഷം ഇവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് കേരളത്തെയാണ്. കേരളത്തിലെ ഉയർന്ന വിദ്യാഭ്യാസവും സാങ്കേതിക അറിവും ഇവർ നമുക്കെതിരെ തന്നെ തിരിക്കുകയാണ്. ഇവിടുത്തെ IT ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി സൈബർ പ്രോട്ടോകോളുകൾ നിർമ്മിക്കാനും ഇവർ ഉപയോഗിക്കുന്നു. ഇത് അതീവ ഗൗരവകരമാണ്. നമ്മുടെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ഇത് ബാധിക്കുന്നുണ്ട്. ഈ ഗൂഢാലോചനയെ ചെറുക്കാൻ ശക്തമായ ഒരു കേന്ദ്രാധികാരം തന്നെ വേണം. പിണറായി സർക്കാരിന്റെ തുടർഭരണം എന്ന പേരിലുള്ള അഴിമതി ഭരണത്തിന് കീഴിൽ കേരളം സുരക്ഷിതരല്ല എന്ന് ഇതോടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ എന്തായാലും ഒരുപാട് വെല്ലുവിളികൾ അവർ നേരിട്ടിട്ടുണ്ട്. NBA NI ഓഫീസിലേക്ക് അജ്ഞാത ഫോൺ കോളുകൾ ചെന്നു, കോടികൾ വാഗ്ദാനം ചെയ്തു, പിന്മാറിയില്ലെങ്കിൽ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഭാരതമാതാവിന്റെ മക്കളായ അവർ ഒരിക്കലും പിന്മാറില്ല. ഒരുപക്ഷെ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ തീർച്ചയായും കൊന്നേക്കാം, അല്ലെങ്കിൽ മരണത്തെ അവർ സന്തോഷപൂർവ്വം സ്വീകരിക്കും. കാരണം വരും തലമുറയ്ക്ക് വേണ്ടി സത്യം വിളിച്ചു പറയുക എന്നത് തീർച്ചയായും അത് നമ്മുടെ കടമയാണ്. ഒരു നിശബ്ദമായ ശവപ്പറമ്പായി കേരളം മാറുന്നത് നോക്കി നിൽക്കാൻ നമുക്ക് കഴിയുമോ? മാഫിയ തലവന്മാരോട് അവർക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ അധോലോകം എത്ര വലുതായാലും ജനങ്ങളുടെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്രാജ്യം തീർച്ചയായും തകരും. ആ തകർച്ചയ്ക്ക് NBA ഇന്നൊരു തുടക്കം കുറിക്കുകയാണ്. എന്തായാലും ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. ഓൺലൈൻ വഴി വരുന്ന എല്ലാ പാക്കറ്റുകളും കൃത്യമായി പരിശോധിക്കുക. യുവാക്കൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ അവർ ഒറ്റയ്ക്ക് മുറിക്കുള്ളിൽ ഇരുന്ന് തുറക്കുന്നത് അനുവദിക്കരുത്. നിങ്ങളുടെ പരിസരത്ത് ഫുഡ് ഡെലിവറി ബാഗുമായി അനാവശ്യമായി കറങ്ങുന്നവരെ കണ്ടാൽ ഉടൻ തന്നെ കേന്ദ്ര ഏജൻസികളെയോ അല്ലെങ്കിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെയോ അറിയിക്കുക. മക്കളുടെ സ്വഭാവത്തിൽ വരുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. അമിതമായ ദേഷ്യം, ഏകാന്തത, പണത്തിന് വേണ്ടിയുള്ള അനാവശ്യ വാശി എന്നിവ ലഹരി ഉപയോഗത്തിന്റെ ലക്ഷണങ്ങളാകാം. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കുക. ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.